friends, welcome back to our channel Cooking Hours. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേരള സ്പൈസി മിക്സ്ചർ ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സേവ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിന് അര ഗ്ലാസ് അരിപ്പൊടി. എപ്പോഴും സേവ് തയ്യാറാക്കുമ്പോഴും ബൂന്തി തയ്യാറാക്കുമ്പോഴും ഒക്കെ കടലമാവിൻ്റെ പകുതി മാത്രമേ അരിപ്പൊടി എടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്നത് എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ആകാനായിട്ടാണ്. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ സേവിന് വേണ്ടി കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിക്കാം. നിങ്ങൾ വറുക്കുന്ന ഏത് എണ്ണയിലാണോ ആ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇടിയപ്പത്തിൻ്റെ പ്രസ്സാണ്. അതിൻ്റെ ചില്ല് ഞാൻ ഏറ്റവും ചെറുതാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ഹോൾസ് ഉള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ് ഇടിയപ്പ പ്രസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ മാവ് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ആദ്യമേ കറിവേപ്പില ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഇത്ര ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സേവും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിഞ്ഞു പോയാൽ സാരമൊന്നുമില്ല. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫുൾ സേവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. ബൂന്തി തയ്യാറാക്കാനും നമ്മൾ ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഉപ്പ്, അല്പം പഞ്ചസാര. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ബൂന്തിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടല വറുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ഇടാം. ഇപ്പോൾ കടല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബൂന്തി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു തൊളയുള്ള സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബൂന്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയിൽ ഞാനിവിടെ പല പല ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പക്കോടയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അവല്, വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പും കായപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്പൈസി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും വെബ്സൈറ്റൊക്കെ സന്ദർശിക്കണം. അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു പുതിയ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.